വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8, 39 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. പിശാച് നിങ്ങളുടെ പിതാവ്. അവർ പറഞ്ഞു, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രാഹാം ഇങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവർത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേയുള്ളൂ, ദൈവം. യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എന്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവനൊരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല. സ്വന്തപ്പെട്ടവരുടെ എതിർപ്പുകളെ അഭിമുഖീകരിക്കുന്ന യേശു. യേശു തന്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കാനിടവന്നിട്ടുള്ള ദുരനുഭവങ്ങളിലേറെയും സ്വന്തം സമുദായ അംഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ചിന്തനീയമായ ഒരു വസ്തുത. സ്വന്തം സമുദായത്തിൽപ്പെട്ട പലരുടെയും നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് ഇണങ്ങുന്ന വിധത്തില് അതിന് ആനുപാതികമായ രീതിയിലും യേശു പറയുകയും പ്രതികരിക്കുകയും ചെയ്യാതിരുന്നപ്പോൾ ശക്തമായ രീതിയിൽ യേശുവിനെതിരായിട്ട് അവർ രംഗത്ത് വരികയാണ് ഉണ്ടാകുന്നത്. ഇന്നത്തെ സുവിശേഷം തന്നെ അതിനുള്ള വളരെ വ്യക്തമായ ഒരു ഉദാഹരണത്തിന്റെ ചിത്രീകരണമായിട്ട് വേണം നാം മനസ്സിലാക്കാൻ. ഈ സുവിശേഷ ഭാഗത്ത് സ്വന്തം സമുദായ അംഗങ്ങൾ തന്നെ യേശുവിനെ ഒരു ദുർമന്ത്രവാദി എന്ന നിലയിലും പിശാച് ബാധിതൻ എന്ന നിലയിലും മാനസിക സമതല തെറ്റിയ ഒരു മനോരോഗി എന്ന നിലയിലൊക്കെ ചിത്രീകരിക്കുന്നതിൽ പോലും അവർ താല്പര്യം കാണിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ തരത്തിലും യേശുവിനെ തേജോവധം ചെയ്യുന്നതിനുള്ള ഒരു പ്രക്രിയയിലെ സമുദായത്തിലെ തൽപര കക്ഷികൾ മുന്നോട്ട് വരുന്നതായിട്ട് നാം കാണുന്നു. ചിലർ തേജോവധം കൊണ്ട് മാത്രം നിൽക്കാതെ ശാരീരിക വധം തന്നെ യേശുവിന് നൽകുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണത്തിലേക്ക് പോലും നീങ്ങുന്നതായിട്ടാണ് നാം സുവിശേഷത്തിൽ കാണുന്നത്. ഈ അവസരത്തിലൊക്കെ യേശുവിന്റെ നിലപാട് വളരെ ശ്രദ്ധേയമാണ്. എന്തു വേണമെങ്കിലും അവർ പറഞ്ഞുകൊള്ളട്ടെ എന്നുള്ള രീതിയിൽ നിസ്സംഗത്വം പാലിച്ചുകൊണ്ട് ഒരു സഹനബലി എന്ന രീതിയിൽ അങ്ങനെ നിന്നു കൊടുക്കുന്ന ഒരു യേശുവിനെ അല്ല വിശുദ്ധ യോഹന്നാൻ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യുക്തിരഹിതമായ രീതിയിലുള്ള അവരുടെ പ്രതികരണങ്ങളോട് യുക്തിപൂർവം പ്രതിരോധിക്കുന്ന ഒരു യേശുവിനെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് അവരുടെ എല്ലാ തരത്തിലുള്ള ശക്തിയേറിയ അക്രമത്തെ ബുദ്ധിപൂർവവും യുക്തിക്കും അനുസരിച്ചും യേശു പ്രതിരോധിക്കുന്നതായിട്ട് നാം കാണുന്നു. ആ പ്രതിരോധവും ഫലപ്രദമാകുന്നതായിട്ട് സുവിശേഷത്തിൽ നാം കാണുന്നില്ല. എങ്കിലും പറയേണ്ടത് പറയേണ്ട വിധത്തിൽ പറയേണ്ട സമയത്ത് പറയേണ്ടതാണ് എന്ന ആ തത്വം പ്രകാശിതമാക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് യേശുവിൽ നാം കാണുന്നത്. ഈ തരം ദുരനുഭവങ്ങൾ യേശുവിൻ്റെ കാലത്ത് എന്നതുപോലെ തന്നെ ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരളവ് വരെ അനുഭവിക്കാൻ പലർക്കും ഇടവന്നേക്കാം. ഈ ഇടവരുന്ന അവസരത്തില് നാമും എത്ര കണ്ട് അതിനെ പ്രതിരോധിക്കണം, എങ്ങനെ പ്രതിരോധിക്കണം എന്ന അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയെടുക്കുന്നതിന് ദൈവത്തിൻ്റെ കൃപ നമുക്കായിട്ട് ലഭിക്കേണ്ടതുണ്ട്. യേശുവിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായിട്ടുള്ള യേശുവിനെ ദൈവത്തിൻ്റെ കൃപ യേശുവിൻ്റെ കൂടെയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൃപയ്ക്ക് വേണ്ടി നാം യാചിക്കേണ്ടിയിരിക്കുന്നു. ഈ കൃപ ലഭിക്കത്തക്ക വിധത്തിൽ നാം ജീവിതം നയിക്കേണ്ടിയിരിക്കുന്നു എന്ന സത്യം ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ ശ്രമിക്കാം.